സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഈ ശുശ്രൂഷ സമയത്ത് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തണമേ. ഒരു പുത്തൻ അഭിഷേകം ജ്വലിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ വേണം. എൻ്റെ മനസ്സിൻ്റെ ഭാരം മാറണം. ഈശോയെ, ആരെല്ലാം അങ്ങയുടെ പക്കൽ വന്നിട്ടുണ്ടോ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളും വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ എവിടെ നിന്ന് ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടോ അവരെല്ലാവരും ഒരു പുത്തൻ അഭിഷേകത്താൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. 5-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗം നമ്മളൊന്ന് വായിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ 13-ാം തിരുവചനത്തിൽ പറയാണ്, യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചില രോഗങ്ങൾ വന്നതിന് ശേഷം ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് വചനം പഠിപ്പിക്കുന്നത്. നിന്റെ ജീവിതം കർത്താവ് വിശുദ്ധീകരിക്കും, നിന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. കാരണം നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില രോഗങ്ങൾ വന്നതിന് ശേഷം ചിലരുടെ മനസ്സിൽ വല്ലാത്ത ഭാരം അങ്ങ് വരും. സ്വാഭാവികം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു എന്ന്. മാത്രമല്ല, സമാനമായ ചില രോഗങ്ങൾ വന്നവരുടെ അവസ്ഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം തീർന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അങ്ങനെയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്തും. ആമേൻ, 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 ആമേൻ. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പറഞ്ഞേ ആമേൻ, 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 ആമേൻ. മരിച്ചവനെ ഉയർപ്പിച്ചവൻ ഇന്നും ജീവിക്കുന്നു. പറ ആമേൻ. ആമേൻ. അന്ധന് കാഴ്ച കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു. പറ ആമേൻ. ആമേൻ. ബെത്സയിദ കുളക്കരയിലെ രോഗശാന്തി നൽകിയവൻ ഇന്നും ജീവിക്കുന്നു. ആമേൻ, 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 ആമേൻ. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ മേഖലയിൽ സൗഖ്യം നമുക്കുണ്ട്. ആമേൻ, ആമേൻ. യെസ്. പ്രാർത്ഥിച്ചാൽ, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ പറയാണ്, നിനക്കൊരു രോഗം വന്നതിന്റെ പേര് നീ വിഷമിച്ചിരിക്കല്ലേ, മറിച്ച് നിന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പോട്ടാശ്രമത്തിലെ കലണ്ടർ, കഴിഞ്ഞ വർഷത്തേക്ക് കലണ്ടറൊക്കെ ഡിസൈൻ ചെയ്ത് തന്നത് ഒരു മാമ്പിള്ളി എന്ന് പറയുന്ന കുടുംബത്തിൽ പിറന്ന ഒരു മിടുക്കൻ ചെറുക്കനാണ്. പ്രിയപ്പെട്ടവര്, ഡൽഹിയിലാണ്. മിടുക്കനായിട്ടുള്ള തോമസ് മാമ്പിള്ളി നന്നായിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെ ജീവിതം അങ്ങനെ വിചാരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. ക്യാൻസർ രോഗം പിടിപെട്ട് ആദ്യ നാളുകളിൽ ഇയാൾ അത്രമേൽ പരിഭ്രാന്തനായി. അച്ഛാ,
മാനസിക രോഗം പോലെയായിരുന്നു ഇയാൾക്ക്. എന്റെ ജീവിതം തീർന്നച്ചാ, എന്റെ ജീവിതം തീർന്നു, എന്റെ ഭാര്യയും 2 കൈക്കുഞ്ഞുങ്ങളും, എന്താ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ നീങ്ങും? ഒരു പിടുത്തം കിട്ടുന്നില്ല. ആദ്യ നാളുകളിൽ അത്രമേൽ മാനസിക സമ്മർദ്ദം, ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല, വല്ലാണ്ട് ഞെരുക്കം. അനേകര് ശക്തി കൊടുത്തു. നമ്മുടെയൊക്കെ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ബലം പ്രാപിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തെ 2025 2024 കലണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ക്യാൻസർ ചികിത്സയുമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ആശുപത്രി ഇരുന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ആ കലണ്ടർ, ഇപ്പൊ കാണുന്ന നമ്മുടെ കലണ്ടർ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ആലയത്തിൽ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു രോഗമൊക്കെ ഉയർത്തിയത് കൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു. ഇദ്ദേഹത്തിന് അനേക ദുശീലങ്ങൾ വിട്ടുമാറി എന്ന് മാത്രമല്ല, സമ്പൂർണമായ സൗഖ്യം നൽകി ആ മനുഷ്യന് ദൈവം ഉയർത്തി. വിശ്വസിക്കുന്നവര് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ വർഷം വിൻസെൻഷൻ സഭയില് പട്ടം കിട്ടി. ജൂൺ മാസത്തില് മിടുക്കനായി ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച ഗോവയിൽ നിന്നുള്ള ഒരു മിടുക്കൻ ഡ്യൂബൻ അസവഡോ എന്ന് പറയുന്ന ഒരു മിടുക്കൻ, മലയാളത്തിൽ അവൻ വന്ന് ഇവിടെ വന്ന് കുർബാനയെ ചൊല്ലിയത് ഓർമ്മയുണ്ടാവും ചിലർക്ക്. ഗോവയിൽ ജനിച്ച് വളർന്ന് ഡൽഹിയിൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്ത് സെമിനാരിൽ ചേർന്നു. അങ്ങനെ കർത്താവിന് പ്രിയപ്പെട്ട മകനായി പഠിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഫിലോസഫി കാലത്ത് ക്യാൻസർ രോഗം അത്രമേൽ ഈ ചെറുക്കനെ, ഈ ബ്രദറിനെ ബാധിച്ചത്. തിരുവനന്തപുരത്ത് റീജിയൻ ക്യാൻസർ സെന്ററിൽ ചികിത്സയുമായിട്ട് മല്ലയുദ്ധം. ജീവിതത്തില് ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവമേ ഒരു വൈദികനാകാൻ അൾത്താരയിൽ കാസയും പീലാസയും ഉയർത്തണമെന്നുള്ള ചെറുപ്പം മുതലുള്ള സ്വപ്നവുമായിട്ട് നീങ്ങുമ്പോൾ ഈ ക്യാൻസർ രോഗം എൻ്റെ ജീവിതത്തെ അങ്ങ് വിരിഞ്ഞു മുറുക്കിയിനി ഞാൻ എന്ത് ചെയ്യും? സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ദിനങ്ങൾ. എന്നാൽ അൾത്താരയ്ക്ക് മുമ്പിൽ ആ മിടുക്കനായിട്ടുള്ള ബ്രദർ മാത്രമല്ല, ആ ബ്രദറിന്റെ കുടുംബം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ അത്രമേൽ അടുത്തു നിന്ന് കണ്ടതാ. കണ്ണുനീരോടുകൂടെ ഓരോ ബലിയും അർപ്പിക്കുമ്പോൾ ഈ ബ്രദറിന്റെ മാതാപിതാക്കൾ, ഞാൻ അന്ന് ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ്, അൾത്താരയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയും. 2 പേരും കരയും. അപ്പന്റെ അമ്മയുടെ സങ്കടം, ഞങ്ങൾ ഇത്രേ സ്നേഹിച്ച് വളർത്തിയിട്ട് തമ്പുരാനെ നിനക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗമാണോ? സങ്കടത്തിന്റെ അങ്ങേയറ്റം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, സാവധാനം കർത്താവിന്റെ കരുണ. ആ മകൻ മിടുക്കനായി ഇന്ന് നല്ല ആരോഗ്യത്തോടുകൂടെ ഈ കഴിഞ്ഞ ജൂൺ മാസം പട്ടം സ്വീകരിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പോട്ട അൾത്താരയിൽ വന്ന് മലയാളത്തിൽ കൊങ്കിണി ഭാഷയിൽ ജീവിതത്തിന്റെ മാതൃഭാഷയായിട്ട് സ്വീകരിച്ച്, ഹിന്ദിയിലാണ് വിദ്യാഭ്യാസ കാലഘട്ടം, ഇംഗ്ലീഷും പഠിച്ചു, മലയാളം കർത്താവ് കൊടുത്തൊരു സമ്മാനം. ഇവിടെ വന്ന് സീറോ മലബാറിന്റെ മലയാളം കുർബാന പാട്ടും പാടി ആഘോഷമായിട്ട് അർപ്പിച്ച് ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ശക്തമായിട്ട് നിൽക്കുന്നെങ്കിൽ, അത് പഠിപ്പിക്കുന്നെങ്കിൽ അർത്ഥം എന്നാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചങ്കിൽ അങ്ങോട്ട് എഴുതി വെച്ചോണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം ഇതെന്റെ അവസാനമല്ല, കർത്താവ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നവര് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗപീഠകൾ ഉണ്ടെങ്കിൽ ആ രോഗപീഠകൾ ഇപ്പോൾ ഈശോയോട് കൊടുക്കുക. ഈശോ, ഇതാണ് എൻ്റെ രോഗം, ഇതാണ് എൻ്റെ രോഗാവസ്ഥ. ഇനി നിന്റെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ട്, ഒരുപക്ഷെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ് അവരെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് പരിചയമുള്ള ഏത് രോഗികളെയും ഇപ്പോൾ മനസ്സിലോർക്കാം. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അവരുടെ അവസ്ഥ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആശുപത്രി മാറി മാറി ഇറങ്ങുന്ന അനേക രോഗികളെ നിനക്ക് പരിചയമുണ്ട്. ഒരുപക്ഷെ നീ ആയിരിക്കാം, ഞാനായിരിക്കാം. കർത്താവേ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ദൈവമേ, ഇന്നും ജീവിക്കുന്നു. എൻ്റെ ഈ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം കർത്താവെ അങ്ങേക്കാണ്. ഞാൻ വില കൊടുത്തു വാങ്ങിയവനാണ്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നവൻ ഇന്നും ജീവിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി നെഞ്ചുരുക്കി ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, നീരോഗിയാണോ മകനേ
യേശുവേ നീ രോഗിണിയാണോ മകനേ, നീ രോഗിയാണോ, നീ രോഗിയാണോ മകനേ, യേശുവേ നീ രോഗിണിയാണോ മകനേ, ഞാൻ നിന്റെ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ, യേശു ഉണ്ടെന്ന് യേശു നായകൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപനമോ ഔഷധമല്ല, മറിച്ച് അവരുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. കർത്താവിന്റെ കരുണ കൊണ്ട് നിറയപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ആരാധന 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 ആരാധന. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. എന്നിട്ട് സ്വയം പറയണം, ആമേൻ കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ആരെ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗം എന്തെന്നറിയാവോ? 19-ാം തിരുവചനം മുതൽ ഇപ്രകാരം നമുക്ക് വായിക്കാം. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. 20-ാം വചനം. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ. സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ. തളർവാദ രോഗിക്ക് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ സൗഖ്യം എന്നാന്നറിയോ? പാപത്തിൽ നിന്ന് പാപമോചനത്തിലേക്കുള്ള സൗഖ്യം. ആമേൻ, ആമേൻ, ആമേൻ. കാരണം ഈ വ്യക്തി ഇപ്രകാരം രോഗിയാവാൻ ചില പാപകാരണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ഈശോ ആദ്യം തന്നെ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് പാപമോചനമാണ്. പാപമോചനമാണ്. ഹാലേലുയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊക്കെ താമസിച്ചുള്ള ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരല്ലേ? ധ്യാനത്തിന്റെ രീതിയിൽ എന്താ? ആദ്യം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, അതിനു മുമ്പ് നമ്മൾ നന്നായി കുമ്പസാരിച്ചൊരുങ്ങും. പാപമോചനം, പാപമോചനം, പാപമോചനം എന്നുള്ള ഈ സ്വർഗീയമായിട്ടുള്ള സമ്മാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺവട്ടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുമ്പസാരത്തിന് ശേഷമാണ് അതിശക്തമായ സൗഖ്യങ്ങൾ, ശുശ്രൂഷ അനുഭവങ്ങളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നത്. പോട്ട ആശ്രമത്തിൽ അതുകൊണ്ടാണ് 365 ദിവസവും കുമ്പസാരിക്കുവാൻ അനുഗ്രഹത്തിന്റെ ഒരു കൂടാരം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുമ്പസാരിച്ചിട്ട് നമ്മളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ വിശുദ്ധ കുമ്പസാരത്തെ അത്രമേൽ പ്രാധാന്യമുള്ളതാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പാപമേഖലയിലും കർത്താവ് നമുക്ക് ഒരു സൗഖ്യം നൽകി പാപമോചനത്തിലേക്ക് കർത്താവ് നമ്മളെ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നു. കത്തോലിക്ക സഭയെ അങ്ങേയറ്റം വെറുക്കുകയും കത്തോലിക്ക സഭയ്ക്കെതിരായി അങ്ങേയറ്റം തർക്കിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ ബിഷപ്പേ. എന്നാൽ കത്തോലിക്ക സഭയിൽ ഇയാൾ പറയാണ്, കത്തോലിക്ക സഭയിൽ ഞാനൊരു അത്ഭുതം കണ്ടു, ഞാനൊരു അത്ഭുതം കണ്ടു. അതെന്നെ അത്ഭുതം എന്നറിയോ? കുമ്പസാരം എന്ന അത്ഭുതം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും ഒരു വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദേ കർത്താവ് അത്ഭുതകരമായി നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷ. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും മതവിശ്വാസങ്ങളിൽ ഇപ്രകാരമുണ്ടോ? അതായത് കർത്താവ് നമ്മുടെ പാപം മോചിക്കുകയാണ്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ആഴത്തിൽ നിന്റെ ജീവിതം തകർന്നു പോയെങ്കിലും, ഒരു കുമ്പസാരത്തിൽ കർത്താവ് ഈശോ മിശിഹ നൽകുന്ന വലിയ കൃപ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലേ? വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട പെണ്ണിനോട് ഈശോ പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മളൊക്കെ ഒത്തിരി പാപികളാണ്, എന്നാൽ നമുക്ക് അഭിമാനിക്കാം. കാരണം
കർത്താവായ ക്രിസ്തു എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകുന്നവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നു എനിക്ക് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല, കാരണം ഞാൻ അത്രമേൽ പാപിയാണ്, ഞാൻ അത്രമേൽ കുറവുള്ള വ്യക്തിയാണ്? ആയിക്കോട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മളിൽ ആരും അത്ര നല്ലവരൊന്നുമല്ല, നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ നമുക്കുള്ള ബലം എന്താണെന്നറിയോ? നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ പാപത്തിൽ നിന്ന് പാപമോചനത്തിലേക്ക് ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. തളർവാദ രോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവ് ഇന്നും ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ ഇടവകകളിലും പോപ്പുലർ മിഷൻ ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കൃപ എന്താണെന്നറിയോ? അത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുമ്പോഴല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി അനുതാപത്തിന്റെ കൃപ കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ യോഗ്യനാക്കിയതല്ലോ എന്നോർത്തുകൊണ്ടുള്ള ആ വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മലബാറിന്റെ പ്രദേശത്ത് ഒരിടവക ചെന്ന് ധ്യാനിപ്പിച്ച് കുമ്പസാര ദിവസം അദ്ദേഹം പകൽ സമയത്ത് കുമ്പസാരം ഒരുക്കി വന്നിട്ടില്ല. രാത്രിയായി ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ആ വീടിന്റെ തൂണിന്റെ മറയത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു വീട്ടില. ആ വീടിന്റെ തൂണിന്റെ പുറകിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നു. കണ്ടിട്ട് ലക്ഷണപ്പെസക എന്തോ ഉള്ളതുപോലെ ചെന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഇതെന്തിനാ ഇരുട്ടത്ത് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാന്ന്. എന്നാ ഉണ്ട് വിശേഷം? ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഇന്ന് പകല് കുമ്പസാര ആരാധനയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പങ്കെടുത്തോ? അയാൾ ശിരസ് കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അതിന് യോഗ്യനല്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ അതിന് യോഗ്യനല്ലായിരിക്കും, പക്ഷേ ഈ യോഗ്യത അളക്കുന്നത് ആരാ? ആരാ? തമ്പുരാൻ കർത്താവാണെന്ന്. നമ്മളാണോ യോഗ്യത അളക്കുന്നത്? തമ്പുരാൻ കർത്താവല്ലേ യോഗ്യത അളക്കുന്നത്. ആ മനുഷ്യനെ ആ രാത്രിയിൽ ആ വീടിന്റെ മുറ്റത്തിരുത്തി നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി. നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്റെ വർഷം കൂടെ പറഞ്ഞേക്കണേ. വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം നിർബന്ധിച്ച് വീട്ടുകാർ കൊണ്ട കല്യാണത്തിന്റെ കെട്ടുകുമ്പസാരം നടത്തിയതാ. 26 വർഷത്തിന് ശേഷം കുമ്പസാരിച്ചിട്ടില്ല. ആ മനുഷ്യനെ രാത്രിയില് വീടിന്റെ മുൻവശത്ത് ആ കസേരയിലിരുന്നു കൊണ്ട് ഏങ്ങി കരഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട്, കർത്താവേ എന്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച ഓരോ തെറ്റുകൾക്കും എണ്ണി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് പറയണം, 26 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിച്ച ഒരുവന്റെ ആനന്ദമാണ് അച്ഛാ ഞാനിപ്പോ അച്ഛനെ കെട്ടിപ്പിടിച്ചത്. എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് അതിന് സാക്ഷ്യമാണ് അച്ഛാ. പ്രിയരെ, അനേക അത്ഭുതങ്ങൾ ബൈബിൾ കൺവെൻഷൻ അവസരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, 26 വർഷങ്ങൾക്ക് ശേഷം ആ വീടിന്റെ മുൻവശത്തിരിഞ്ഞ് ഏങ്ങി കരഞ്ഞ് കുമ്പസാരിച്ച ആ മനുഷ്യന്റെ ജീവിതം. ഇതിലും വലിയൊരു അത്ഭുതം ഉണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴി പാപത്തിന്റെ ഏത് ചെളിക്കൂണ്ടിൽ കിടക്കുന്ന വ്യക്തിയെയും കർത്താവ് ഇങ്ങനെ പിടിച്ചുയർത്തും. 2 കരങ്ങൾ ഉയർത്തി ഈശോയേ എന്നൊന്ന് വിളിച്ചേ, ഈശോയേ എന്നൊന്ന് വിളിച്ചേ, ഈശോയേ എന്നൊന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല എന്ന് എനിക്കറിയാം, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൂരങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരു വൈദികനെ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണം കുമ്പസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവസരം കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ദൂരങ്ങളിലൊക്കെ നമ്മളെപ്പോലെ എല്ലായിടങ്ങളിലും ഇതുപോലെ കുമ്പസാരക്കൂടും വൈദികരും ഒന്നും ലഭ്യമാകണമെന്നില്ല. ദൂരങ്ങളിലുള്ള നമ്മുടെ മക്കളും സഹോദരങ്ങളും ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ ഉള്ളിൽ ഒറ്റപ്പെടലും ഭാരവും. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഈശോ നിനക്ക് നൽകുന്ന ഉറപ്പെന്നാന്നറിയോ? നീ എത്ര വലിയ പാപത്തിന്റെ കെട്ടിലാണെങ്കിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, പാപമോചനം നൽകും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും ഏതെല്ലാം പാപാവസ്ഥയിലാണെങ്കിലും നീ വിശ്വസിക്കണം, എന്റെ പാപത്തിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകി എന്നെ അനുഗ്രഹിക്കുന്നു.
ഏൽപ്പിക്കുന്ന സമയമാണ്. ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എന്റെ കർത്താവ് എന്നെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, രൂപരഹിതമായവയിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകുന്നു. കർത്താവ് പാപമോചകനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കൂ. ഈശോയെ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് വിളിച്ച് യേശുവേ നീ പാപിയാണോ മകനേ, യേശുവേ നീ പാപിനിയാണോ മകനേ, യേശുവേ നീ പാപിയാണോ മകനേ, നീ പാപിനിയാണോ മകനേ, ഞാൻ നിന്റെ രക്ഷകൻ പാപമോചകൻ, നിന്റെ ജീവിതമറിയുന്നവൻ യേശുവേ യേശുനായകൻ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പാപാവസ്ഥയിൽ കഴിയുന്നുണ്ട്, ഒരുപക്ഷെ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും മല്ലിട്ട് കഴിയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, എന്റെ ദൈവം എന്റെ പാപാവസ്ഥയിൽ നിന്ന് മാത്രമല്ല എന്റെ കുടുംബത്തിൽ ഇന്ന വ്യക്തികളിൽ കർത്താവ് ഇടപെടുന്നു. ഒരുപക്ഷെ ചിലരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. ഇവൻ ധൂർത്തപുത്രനാണ്, ഇവൻ ശരിയാകത്തില്ല, ഇവൻ തെമ്മാടിയാണ്, ഇവൻ പാപമാലിന്യ കൂമ്പാരത്തിലാണ്. എന്നാൽ ഈശോ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് പറയുന്നു, ആരെയും തള്ളിക്കളയുന്നില്ല. ഇതാ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഏറ്റെടുക്കണം. ആമേൻ. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ, കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, 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 ആമേൻ.